ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം എന്തിനാണ് നാട്ടുകാർക്ക്? തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള ഉറപ്പായ കാര്യമാണ്. അത് തിരുത്താൻ അവർക്ക് സാധിക്കുമെങ്കിൽ തിരുത്തി നല്ല രീതിയിൽ വരുമെങ്കിൽ പിന്നെന്താണ്, ആർക്കാണ് കുഴപ്പം? ഒരു രീതിയിൽ നോക്കിയാൽ സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലാണ്ട് ഒരുപാട് രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി വളരെ ചുരുക്കമാണ്. അതിലൊന്ന് ഈ ചലച്ചിത്ര മേഖലയാണ്. തിരിച്ചിവർ എത്രത്തോളം ചെയ്യുന്നു? ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയതുകൊണ്ടോ, വർഷത്തിലൊരു അവാർഡ് നടത്തിയതുകൊണ്ടോ, ചലച്ചിത്ര അക്കാദമി വഴി എന്തെങ്കിലും വളരെ ന്യൂനമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ മാത്രം ഈ ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ചലച്ചിത്ര മേഖലയെ അവർ കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഇല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഇവരെ പോലുള്ളവരെ ആശ്രയിക്കുന്നത്. ഒരാൾ വളരെ സുഖമായിട്ട് ഈ മൈക്രോഫോണിൻ്റെ മുന്നിൽ വന്നിട്ട് ഗായ്സ് ഇന്ന സിനിമ കണ്ടു, ഗായ്സ് പുള്ളൂല, ഗായ്സ് അത് എന്താണ്, എന്തിലും നല്ലതും ചെയ്തു. ആർക്കും കയറി എന്തിനെ പറ്റിയും അഭിപ്രായം പറയാം എന്നുള്ള ഒരിടത്ത് ഏതൊക്കെ വാക്കുകൾ നമ്മൾ പബ്ലിക് ഒരു മീഡിയയിൽ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ അതിൻ്റെ അതിർവരമ്പുകളെല്ലാം പാടെ പൊളിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷകൾ ഉപയോഗിക്കുക. അവരെ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തും പറയാമെന്നുള്ള നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിരവധി മലയാള സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും നമുക്ക് ഒരുപാട് സുപരിചിതനായ മഹേഷ് ഏട്ടനാണ്. സ്വാഗതം. നമസ്കാരം സാർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹെൽത്ത് വിശേഷങ്ങളാണ്. എനിക്ക് പേഴ്സണലായിട്ടും പിന്നെ തൊഴിൽ രംഗത്തും ഒക്കെ ഒരുപാട് വിശേഷങ്ങളാണല്ലോ. ഹെൽത്ത് വൈസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ? പുതിയ സിനിമ വീണ്ടും സന്ധിപ്പ് എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പാലക്കാട്, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അതിൻ്റെ പേരൊന്നും അവർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അതുപോലെ തന്നെ വേറൊരു സിനിമ ഓഗസ്റ്റ് 15 തുടങ്ങുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. അതിൻ്റെയും എനിക്ക് ചലച്ചിത്രത്തിൻ്റെ പേരൊന്നുണ്ട്. ഇപ്പം പേരൊന്നും ചോദിക്കാനൊന്നും ഇല്ലെന്നേ. കാരണം നമുക്ക് വേഷങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് കരുതുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് എന്നെ പോലുള്ളവർ. പണ്ട് ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് അച്ഛനുണ്ട്, എനിക്കൊരു അമ്മാവനുണ്ടാവും, വീട്ടിലെ തറവാട്ടിലൊരു കാര്യസ്ഥനുണ്ടാവും, അതായത് ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ സിനിമാ കഥകളിൽ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിൽ കുടുംബത്തിനൊന്നും അത്രയും അധികം പ്രസക്തിയൊന്നുമില്ല. ഒരു 4 ചെറുപ്പക്കാർ, 5 ചെറുപ്പക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ തീരുന്ന അതായിട്ടുള്ള ഒരു യാത്രയുടെയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഓട്ടത്തിൻ്റെയൊക്കെ കഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം അച്ഛനോ അമ്മാവനോ ഒന്നും വലിയ ഇതില്ല. അവിടെ നമുക്ക് വല്ലപ്പോഴും വന്ന് ചേരുന്ന ഇതുപോലെയുള്ള അച്ഛൻ കഥാപാത്രങ്ങൾ. ഇപ്പം ഞാൻ ഓഗസ്റ്റ് 15 അഭിനയിക്കാൻ പോകുന്ന ആ സിനിമയിലെ നായകൻ്റെ അച്ഛൻ്റെ വേഷമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കിട്ടുന്നത് ഇപ്പം വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ജീവിക്കാൻ നമുക്ക് ഇൻകം വേണം. അതിൻ്റെ ഒരു സ്രോതസ്സായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ ടെലിവിഷൻ സീരിയൽസാണ്. അതൊരു ഭാഗ്യമായിട്ടും കരുതുന്നു. സാർ ഇപ്പോൾ 40 വർഷത്തിലധികമായി സിനിമയിൽ, അതുപോലെ തന്നെ 100-ലധികം ചിത്രങ്ങളിൽ വേഷം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു 40 വർഷം എന്ന് പറഞ്ഞത് ചെറിയൊരു കാലയളവല്ല. അപ്പോൾ ഇങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സാർക്ക് എന്താണ് ഈ ഒരു 40 വർഷത്തെക്കുറിച്ച് പറയാനുള്ളത്? പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഉത്തരം, ഈ 40 വർഷം കൊണ്ട് ജീവിതത്തിലൊരു 40 വർഷം കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാനാണ്. അതായത് നമ്മുടെ ആയുസ്സിനൊരു 40 വർഷമാണ് പോകുന്നത്. അപ്പം അത് അത്രയും പെട്ടെന്ന് പോയി. അതായത് മധ്യാഹ്നം കഴിഞ്ഞ് സായാഹ്നത്തിലോട്ടുള്ളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ സായാഹ്നത്തിനോട് അടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്രയും പെട്ടെന്ന് വർഷങ്ങൾ പോയത് ഈ ഇഷ്ടപ്പെട്ട ജോലി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയത് കൊണ്ട് വർഷങ്ങളിലോ ദിവസങ്ങളോ മാസങ്ങളോ പോകുന്നത് അറിയാത്തത് കൊണ്ട് ദേ എന്ന് പറഞ്ഞതുപോലെ പോയതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ 40 വർഷങ്ങൾ അത്രയും സന്തോഷകരമായിരുന്നു എന്ന് വേണം എൻ്റെ ഒരു ഉത്തരം. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട്
എൻ്റെ ആ ഏജ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മുൻ തലമുറയുടെ കൂടിയും ഈ പുതുതലമുറയുടെ കൂടിയും നമുക്ക് അഭിനയിക്കാൻ സാധിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെലിവിഷൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ടിൻ്റെ കാസറ്റിൽ നിന്ന് മാറി CD ആവുന്നു. സെൽഫോണിന് മുമ്പ് പേജർ വരുന്നു, പിന്നെ സെൽഫോൺ വരുന്നു, പിന്നെ കണ്ടുവിളിക്കാവുന്ന ഫോൺ വരുന്നു, ഞെക്കി വിളിക്കാവുന്നതും കണ്ടുവിളിക്കാവുന്നതായിട്ടുള്ള ഫോണുകൾ വരുന്നു. അപ്പം ഇതിലെല്ലാ തലമുറയിലും പെടാൻ സാധിച്ചു. സിറ്റിക്ക് നടുക്കൂടി മെട്രോ പോകുന്നു അല്ലേ? പണ്ട് നമുക്ക് അതൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരുന്നു. അപ്പം അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എന്തായാലും അടുത്ത തലമുറയ്ക്ക് വേറെ എന്നെക്കാളും ഏറെ പുതിയ പുതിയ സാങ്കേതികമായിട്ടുള്ള സിനിമയും അല്ലെങ്കിൽ ജോലികളും അതുപോലെ തന്നെ കാഴ്ചകളും ഒക്കെ കാണാൻ സാധിക്കും. അന്ന് നമ്മളുണ്ടാവില്ല. അന്ന് അവർ പറയും മുൻപുള്ള തലമുറ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലമുറയെ വിശേഷിപ്പിക്കും. ഇതാണല്ലോ, ഇങ്ങനെ ഓരോ തലമുറയായിട്ട് കടന്നു പോകും. അതെ, ഈ ഒരു തലമുറ എന്ന് പറഞ്ഞ ഒരു ക്ലാസിക് തലമുറയായിട്ടാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു തലമുറ ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഒരു ക്ലാസിക് മലയാളത്തിന്റെ ഏറ്റവും മലയാള സിനിമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയത്താണ് ഞാൻ, അതിൻ്റെ ഒരു പീക്കിലാണ് ഞാൻ വരുന്നത്. 80കളിൽ 70കളുടെ അവസാനം 80കളിലാണ് മലയാള സിനിമ ഏറ്റവും നല്ല സിനിമകൾ നമ്മൾ ഇപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്ന സിനിമകളിൽ ഏറിയ പങ്കും 80കളിലെ സിനിമകളാണ്. ഒബ്വിയസ്ലി 90s ഏർലി 90s സിനിമകളും ഉണ്ട്. ഇപ്പോഴത്തെ സിനിമകൾ മോശം എന്നല്ല ഞാൻ പറഞ്ഞ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന ചില സിനിമകളുണ്ട്. നല്ല ഗാനങ്ങൾ, ജോൺസൺ മാഷും രവീന്ദ്രൻ മാഷും അതുപോലെ തന്നെ കൈതപ്പുറം നമ്പൂരി സാറിൻ്റെ ആണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആണെങ്കിൽ നല്ല നല്ല ഗാനങ്ങൾ. അതിനു മുമ്പ് 70കളിലും 60കളിലും വയലാറിൻ്റെയും ദേവരാജിൻ്റെയും ഒക്കെ മനോഹരമായ ഗാനങ്ങൾ. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിനകത്ത് എനിക്കൊക്കെ അങ്ങേറ്റം സന്തോഷമാണ്. സാർ ഇപ്പോൾ ആദ്യം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്, തുടക്കം തന്നെ കരിയറിന്റെ. അത് കഴിഞ്ഞിട്ടൊരു നടനായി. അപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ ഉള്ളിലൊരു നടൻ എന്ന് പറഞ്ഞ ഒരു ടാലന്റ് ഒളിഞ്ഞിരിപ്പോഴാണ് മനസ്സിലാക്കിയത്? വളരെ ആക്ഷൻ ബിക്കം ആൻ ആക്ടറാണ്. അതായത് ഒരാൾ വരാത്തത് കൊണ്ട് പകരം ഞാൻ അഭിനയിച്ചതാണ്. അതായത് ഞാൻ അത് അസിസ്റ്റ് ചെയ്യാൻ തന്നെ ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച് അതിനുവേണ്ടി തന്നെ പോയതാണ്. എന്നിലൊരു നടനുണ്ടെന്നൊന്നും എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല, എനിക്ക് അറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചിരുന്ന സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ തന്നെ കലാപരമായിട്ട് വളരെ അവർ കായികമായിട്ട് സ്പോർട്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കലാപരമായിട്ടുള്ള അവരുടെ സംഭാവന സ്കൂളിന് തന്നെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും പ്രത്യേകിച്ച് കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് പരിചയമായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ, അവരുടെ മുന്നിൽ കുറച്ചും കൂടെ കംഫർട്ട് സോണിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാകാൻ പോയി, എല്ലാവരും പരിചയമുണ്ട്. ഇപ്പോൾ സിബി സാറാണെങ്കിലും അതിൻ്റെ നിർമ്മാതാവ് നന്ദകുമാർ ആണെങ്കിലും ആലപ്പുഴക്കാരാണ്, ഞാനും ആലപ്പുഴയാണ്. അപ്പം ഒരേ നാട്ടുകാരാകുമ്പോഴുള്ള സ്നേഹമുണ്ട്. പിന്നെ ലോഹിയേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്, ആ കഥാപാത്രമാണ്. എനിക്ക് വേറൊരു കുറുപ്പ് എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കോപ്പി എടുക്കും. അന്നൊക്കെ ഈ കോപ്പി എടുക്കണം, ഇന്നത്തെ പോലെ പ്രിന്ററോ അതൊന്നും ഇല്ല. കൈകൊണ്ട് തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി കോപ്പി എടുക്കാന്ന് പറയും. അപ്പം അത് വായിക്കാൻ കുറേ സീനുകളൊക്കെ വായിക്കാൻ. അപ്പം അന്ന് ഞാൻ എൻ്റെ കഥാപാത്രം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ചെയ്യുന്ന ആൾ ആരാണെങ്കിലും ഗംഭീരമായിട്ടുള്ളൊരു വേഷമാണ്, നന്നായിട്ട് ചെയ്യും എന്നൊക്കെ. അപ്പം എനിക്കറിയാം ബൈജു വരുന്നുണ്ട്, സുധീഷ് വരുന്നുണ്ട്. പക്ഷെ ആർക്കൊക്കെയാണ് ഏതൊക്കെ വേഷമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വെച്ചിരുന്ന വേഷം ശരിക്കും സഞ്ജയ് മിത്ര ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന് വടക്കൻ വീരാതര സെറ്റിൽ നിന്ന് വരാൻ സാധിക്കാത്തത് എന്നിലുള്ളൊരു നടനെ പിറവിയെടുക്കാൻ കാരണമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ടത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വളർന്നു. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ടാലന്റ് പ്രസന്റ് ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഇപ്പോൾ ഒരുപാട് പേര് സിനിമയിലോട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഇപ്പം ഉണ്ടായത്. ഈ ഒരു ചേഞ്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ചേഞ്ചിൽ നല്ലതും മോശവും ഉണ്ട്. ഇപ്പം ആർദ്ര പറഞ്ഞ പോലെ ഇപ്പം ഇത്രയും ജനങ്ങൾക്ക് പാടാൻ സാധിക്കുന്നൊരു നാടാണ് കേരളമെന്ന് ഈ ടെലിവിഷൻ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അതിനകത്തുള്ള ഓരോരോ സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ എനിക്കൊന്നും പാടാനേ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കരുതിയിരുന്നത്
പലർക്കും ഇത് സാധ്യമാവാത്ത കാര്യമാണ്. കാരണം നമ്മൾ ദാസേട്ടൻ്റെ പാട്ട് അല്ലെങ്കിൽ MG ശ്രീകുമാറിൻ്റെ പാട്ട് അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള ഉണ്ണിമേനോൻ്റെ പാട്ടുകളോ ഒക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഈ എല്ലാവരും പാടുന്നു. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ അത് എനിക്ക് തോന്നുന്നു, അപ്പം ഇത്രയും കഴിവുള്ളവരൊക്കെ അല്ലെങ്കിൽ പാടാൻ സാധിക്കുന്ന അവർക്കൊക്കെ അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റുന്ന ഇടം കിട്ടി ഈ ടെലിവിഷൻ മീഡിയ ഒക്കെ വന്നപ്പോൾ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല. റേഡിയോയിൽ തന്നെ ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഗ്രേഡൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് സ്ക്രീനിങ് ഉണ്ട്. പെട്ടെന്നൊന്ന് കയറി അവിടെ എത്തിച്ചെല്ല പോലും പറ്റില്ല. പല പിൽക്കാലത്ത് പ്രഗത്ഭരായിട്ടുള്ള പലരും ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയിട്ട് ഫെയിലായിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുള്ളവരുണ്ട്. ചരിത്രം അതിനകത്ത് തെളിവായിട്ടൊരു നിൽപ്പുണ്ട്. അപ്പം അവിടെയാണ് ഞങ്ങളുടെയൊക്കെ വരവ്, ഞങ്ങൾ വന്നത്. അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളിലോട്ട് അവരുടെ മനസ്സിലോട്ട് കയറാൻ ഇടം പിടിക്കാൻ ഒരുപാട് ദൂരക്കുറവുണ്ട്. വളരെ എളുപ്പമാണ്. അതിന് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും കയറി എന്തിനെ പറ്റിയും അഭിപ്രായം പറയാം എന്നുള്ള ഒരിടത്ത് എത്രത്തോളം അഭിപ്രായം പറയാം, അല്ലെങ്കിൽ അതിനുള്ള അർഹത അവർക്ക് എന്തുണ്ട്, എന്താണ് അവരെ ആ ഒരു അഭിപ്രായം പറയാൻ പ്രാപ്തനാക്കുന്നത് എന്നുള്ള കാര്യം വരുമ്പോഴാണ് പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുമ്പോൾ അത് എൻ്റെ മാത്രമായിട്ടുള്ള അഭിപ്രായമാണ്, ആരെയും അടിച്ചേൽപ്പിക്കുന്നതുമല്ല. ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട്, അത് പക്ഷെ അത് എന്നിൽ തന്നെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരുള്ളത്. ഇവിടുത്തെ മലയാളം മാധ്യമങ്ങൾ പറയുന്നതാവണമെന്നില്ല എൻ്റെ അഭിപ്രായം. ഇവർക്കൊരു അജണ്ട ഉണ്ടാവാം, എന്തുണ്ടാവും, കേൾക്കുന്ന ജനങ്ങൾക്ക് അത് തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് പല കാര്യങ്ങളും. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് ഇപ്പം ആർദ്രയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും കയറി യോഗ്യത ഉള്ളവൻ പറഞ്ഞാൽ ഓക്കെ, യോഗ്യത ഇല്ലാത്തവരും ഇങ്ങനെ അഭിപ്രായം പറയണമെന്ന് മാത്രമല്ല, അതിലവർ ഉപയോഗിക്കുന്ന ഭാഷയുടെ ശുദ്ധി, ഏതൊക്കെ വാക്കുകൾ നമ്മൾ പബ്ലിക് ഫോം ഒരു മീഡിയയിൽ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ അതിൻ്റെ അതിർവരമ്പുകളെല്ലാം പാടെ പൊളിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷകൾ ഉപയോഗിക്കുക. അവരെ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തും പറയാം എന്നുള്ള ആ ഒരു അതിനൊരു കടിഞ്ഞാൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതും ചീത്തയുമുണ്ട്. ആർക്കും അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റുന്ന, ഇപ്പോൾ റീലിടുക എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന പല പെൺകുട്ടികളും ഒക്കെ അവരൊക്കെ തന്നെ അവർക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെന്നൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഇട്ടുകൊണ്ട് ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് അത് സാധിക്കുമോ? ഒരു യുവജനോത്സവം പറഞ്ഞോ അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. ഇന്നതില്ല. അവരുടെ കഴിവുകൾ അവർക്ക് കാണിക്കാം. പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസിനെ പറ്റിയാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പം നല്ലതും ചീത്തയും ഏതിലുള്ളതുപോലെ തന്നെ മനുഷ്യരിലുള്ളതുപോലെ തന്നെ ഇതിലുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ സിനിമയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ റിവ്യൂസ് ഒരുപാട് സോഷ്യൽ മീഡിയ വഴി, അതിപ്പോൾ നെഗറ്റീവ് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് പറയുന്നതെങ്കിൽ ഈ റിവ്യൂ പറയുന്ന ആള് ചിലപ്പം ഫസ്റ്റ് ഷോ ആയിരിക്കും കാണുന്നത്. ആൾക്കൊരു ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഒരു പക്ഷേ ആളുടെ റിവ്യൂ കണ്ടിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ അതൊരു ആളുടെ സ്വാതന്ത്ര്യമാണ് ഓഫ്കോഴ്സ്. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ കാരണം ഒരുപാട് പേര് ആ സിനിമ കാണാതിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആളുകളുടെ ഈ ഒരു മനോഭാവത്തോടെ എന്താണ് പറയാനുള്ളത്? അല്ല, ശരിക്കും അവിടെ ഞാൻ നിർമ്മാതാവിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ, പിന്നെ ക്രിയേറ്ററുടെ, സംവിധായകൻ, ഡയറക്ടർ ആണെങ്കിലും ഒക്കെ എല്ലാ സിനിമയും ഓടാൻ വേണ്ടി എടുക്കുന്നതാണ്. ആരും നിർമ്മാണം ചെയ്ത പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതൊന്നുമല്ല. ഇതൊരു വ്യവസായമാണ്. ഒരു രീതിയിൽ നോക്കിയാൽ സർക്കാരിന് ₹1 പോലും ചിലവില്ലാണ്ട് ഒരുപാട് രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി വളരെ ചുരുക്കമാണ്. അതിലൊന്ന് ഈ ചലച്ചിത്ര മേഖലയാണ്. ഒരു പോസ്റ്റർ അടിക്കുന്നത് തൊട്ട് അതിന് ഓരോ പോസ്റ്ററിന് വരെ ഒരു 6 പോസ്റ്ററിന് പോലും ഇത്ര രൂപ നമ്മൾ കൊടുക്കണം. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആയിക്കോട്ടെ,
അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെയൊക്കെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതൊക്കെ എന്തും ആയിക്കോട്ടെ, സർവീസ് ടാക്സ്, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ കൂടി സിനിമയുടെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ഇവർക്ക് ഇൻകം വരുന്നുണ്ട്. തിരിച്ചിവർ എത്രത്തോളം ചെയ്യുന്നു? ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയതുകൊണ്ടോ, വർഷത്തിലൊരു അവാർഡ് നടത്തിയതുകൊണ്ടോ, ചലച്ചിത്ര അക്കാദമി വഴി എന്തെങ്കിലും വളരെ ന്യൂനമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ മാത്രം ഈ ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ചലച്ചിത്ര മേഖലയെ അവർ കാര്യമായിട്ട് നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവിടെ ആ സിനിമയെ പിടിച്ചു നിർത്താൻ വേണ്ടി നല്ല സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലതാണെന്ന് കരുതിയിട്ട് മോശമായി പോകുന്ന സിനിമ ആയിക്കോട്ടെ, അവിടെയാണ് ആദ്യത്തെ ദിവസം തന്നെ ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ടൊരു അഭിപ്രായം പറയുന്നത്. ഇപ്പം അങ്ങയുടെ അഭിപ്രായം തന്നെ ആവണമെന്നില്ല എനിക്ക്, അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കൂടെ ഉണ്ട്. അവിടെ ഇപ്പോൾ അവരെന്താണ് പറയുന്നത്? അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അത് വിശ്വസിച്ചിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഇല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഇവരെ പോലുള്ളവരെ ആശ്രയിക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്കതൊരു ഇൻകമാണ്. നല്ലോണം റിവ്യൂ പറയുന്ന 1-2 പേരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പോസിറ്റീവ് മാത്രമല്ല, അവർ നെഗറ്റീവ് പറയാറുണ്ട്. പക്ഷെ അവരുടെ റിവ്യൂ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. അല്ലാതെ വാളെടുക്കുന്നവരെല്ലാം കയറി ഇതാവുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ 1-2 പേരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു സിനിമ എടുക്കാനായിട്ട് നമുക്ക് ഏതാണ്ട് 100ഓളം അല്ലെങ്കിൽ അതിന് മേലെ ദിവസങ്ങളുടെ പ്രയത്നമുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രയത്നിക്കുന്നുണ്ട്. ഒരാൾ വളരെ സുഖമായിട്ട് ഈ മൈക്രോഫോണിൻ്റെ മുന്നിൽ വന്നിട്ട് ഗായ്സ് ഇന്ന സിനിമ കണ്ടു, ഗായ്സ് കൊള്ളൂല, ഗായ്സ് അത് എന്താണ്, അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം ഒരു നടൻ്റെ ഫാനായിരിക്കും, വേറെ നടന്മാരെയൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഫാൻസിൻ്റെ തന്നെ വേറൊരു തലം ഞാൻ പറയണം, ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ അയാൾക്ക് വേറെ ഒരു നടൻ്റെയും സിനിമകൾ താല്പര്യം ഉണ്ടാവില്ല, തിരിച്ച് വേറൊരാൾക്ക് വേറൊരു നടനെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ഇതുമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം 100% ശുദ്ധമല്ല, സത്യമല്ല. അവരുടേതായിട്ടുള്ള ഐഡിയ, പോയിന്റ് ഓഫ് വ്യൂ കൂടെയാണ് അവർ ഈ പറയുന്നത്. അത് കേട്ടിട്ട് ഒരു സിനിമ കാണാൻ നിൽക്കുകയാണെങ്കിൽ അതിപ്പം ഈ കേൾക്കുന്നവരുടെ കൂടെ അഭിപ്രായം, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ മാറിക്കൊണ്ട് നമ്മൾ അങ്ങനെയല്ല, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതായിരുന്നു. ലാൽ സാറിൻ്റെ ഒരു സിനിമ വന്നിട്ട്, അല്ലെങ്കിൽ മമ്മൂക്കിയുടെ ഒരു സിനിമ വന്നിട്ട്, നല്ല സിനിമയാണ്, നല്ല കഥയാണ്, അങ്ങനെ വിജയിച്ച എത്ര സിനിമകൾ ഇപ്പോഴും ഉണ്ട് ഇല്ലേ? പിന്നെ ഇവര് ചെറിയ സിനിമകളിലും പ്രൊമോട്ട് ചെയ്ത ചില സിനിമകളൊക്കെ ഇവർ വിജയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ അതും കാണാതെ പോകരുത്. അപ്പോൾ എന്തിലും ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റിലോട്ട് വീണ്ടും വന്നിട്ട്, എന്തിലും നല്ലതും ചീത്തയുണ്ട്. ഇതിനകത്ത് നല്ലത് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കയ്യിലാണ് ഇതിൻ്റെ ഒരു തീരുമാനം ഇരിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് പ്രേക്ഷകരുള്ളതാണ്. സബ് ടൈറ്റിലൊക്കെ ഇട്ട് മലയാള സിനിമ കാണുന്ന ഒരുപാട് പേരെ എനിക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മലയാള സിനിമ നമ്മൾ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ലെവലിലോട്ട് നമ്മൾ മലയാള സിനിമയെ എത്തിച്ചത്. ഇപ്പോൾ താരസംഘടനയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളും ഇതെല്ലാം ആ ഒരു ഇമേജിനെ തകർക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സംഘടന എന്ന് പറയുന്നത് സിനിമ മേഖലയിലുള്ള, ചലച്ചിത്ര മേഖലയിലുള്ള നടീനടന്മാരുടെ അവരുടെ ക്ഷേമത്തിനായിട്ട് തുടങ്ങിയതാണ്. 1-2 വർഷമല്ല, 3 പതിറ്റാണ്ട് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ വരുന്നത്. അതും അതിനകത്തുള്ള പ്രശ്നങ്ങളാണ്, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എല്ലാവരെയും പോലെ കഴിവ് തെളിയിച്ചു വന്നവരാവണമെന്നില്ല. ഈ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നില്ല, ഓഫീസിൻ്റെ കാര്യങ്ങളിൽ, അമ്മ എന്ന് പറയുന്ന ഓഫീസിൻ്റെ കാര്യങ്ങളിൽ എല്ലാവരും പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ല, അങ്ങനെ ആയിട്ട് വന്നവരല്ല. വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ ഇരുന്നവരൊന്നുമല്ല. ഇത് അവരും ഒരു രീതി പറഞ്ഞാൽ സർവീസ് ചെയ്യും പോലെയാണ്. എന്ന് വെച്ചാൽ അവരെ തിരഞ്ഞെടുത്തു. ഒബ്വിയസ്ലി അവരും നടന്മാരില്ലേ, അവർക്കും തിരക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവർ
ഈ സംഘടനയ്ക്ക് വേണ്ടി, അതിൻ്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിനകത്തുള്ള പിന്നെ ഒരു പെൻഷനൊക്കെ ഉണ്ട്. അപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, ആരോഗ്യപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്കൊക്കെ വേണ്ടി നന്മ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബേസിക്കലി ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ഇതൊരു പൊതുവായ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സംഘടനയല്ല. ഇത് ആ സംഘടന എന്ന് പറയുന്നത് അതിനകത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി, അവരുടെ ക്ഷേമനിധിക്ക് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ ജനം എന്ത് സ്വീകരിച്ചിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു ലേബർ ഇതുമല്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ഇത്രയും തൊഴിൽ കൊടുത്തോളാം, അങ്ങനെയൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് മാർക്കറ്റുണ്ടോ, നിങ്ങൾക്ക് ആൾക്കാർ നിങ്ങളെ പ്രേക്ഷകരായിട്ട് നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നടനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ, പ്രേക്ഷകർ നിങ്ങളുടെ സിനിമകൾ കാണാൻ വരുമോ, അവർക്ക് സിനിമകളുണ്ടാവും. അപ്പം അമ്മ വിചാരിച്ചാൽ വേഷം കൊടുക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. പിന്നെ അമ്മയ്ക്കകത്തുള്ള കാര്യങ്ങളിൽ ഇപ്പം വന്നിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ചെറിയ, അവർ ആദ്യമായിട്ടൊക്കെയാണ് പലരും എല്ലാവരും അല്ല, പലരും തലപ്പത്തോട്ട് വരുന്നത് അല്ലെങ്കിൽ ഭരണം കിട്ടുന്നത്. അവർക്ക് ആദ്യമായിട്ടൊക്കെ ചെറിയ ചെറിയ ഈ പരിചയക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചു, അതൊക്കെ അവർ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് സമയം കൊടുക്കൂ, അവർ ചെയ്യും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വിഴുപ്പലക്കാനായിട്ട്, ഇത് പൊതുവായിട്ട് പിന്നെ വിഴുപ്പലക്കാനായിട്ടുള്ള ഒരു സംഘടനയല്ല ഇത്. പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്കോ പത്രമാധ്യമങ്ങൾക്കോ അവർക്ക് വേവലാതി തോന്നേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള ഉറപ്പായ കാര്യമാണ്. അത് തിരുത്താൻ അവർക്ക് സാധിക്കുമെങ്കിൽ തിരുത്തി നല്ല രീതിയിൽ വരുമെങ്കിൽ പിന്നെന്താണ്, ആർക്കാണ് കുഴപ്പം? ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം എന്തിനാണ് നാട്ടുകാർക്ക്?